അസ്സലാമു അലൈക്കും. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 31, 32, 33 ആയത്തുകളെക്കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിന് നാഥൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇനി നമുക്ക് ആയത്തുകളിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم أرلهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അള്ളാഹു ആദമിനെ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ടവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവർ പറഞ്ഞു, നിനക്ക് സ്തോത്രം, നീ പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അനന്തരം അള്ളാഹു പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ ആദം അവർക്ക് ആ നാമങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യകാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്ന്. ഇനി ഈ ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് കടക്കാം. അതായത് 30-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചുവല്ലോ, ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്തുവാൻ പോകുന്ന വിവരം അറിയിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്ന സൂചന, മനുഷ്യർ ഭൂമിയിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരാകെ കൊണ്ട് അവർ ഖലീഫയാക്കപ്പെടുവാൻ അർഹരല്ലെന്നും ഞങ്ങൾ തസ്ബീഹും തഖ്ദീസും മുതലായ ആരാധനാകർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിക്കൊണ്ട് തങ്ങൾ അതിന് അർഹരായിരിക്കുമാണെന്ന് മലക്കുകൾ പറഞ്ഞ സന്ദർഭമാണത്. ഈ ധാരണ തെറ്റാണെന്ന് അള്ളാഹു ആ മലക്കുകൾക്ക് അനുഭവത്തിൽ കാണിച്ചു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമയ്ക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അള്ളാഹു പഠിപ്പിച്ചു. അതിനുശേഷം അവയെ മലക്കുകളെ കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പറയുവാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കതിന് കഴിഞ്ഞില്ല. അവർ അവരുടെ കഴിവുകേട് സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ് ചെയ്തത്. ആദം നബി അലൈഹിസ്സലാമയോട് അവയുടെ പേരുകൾ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതെല്ലാം വിവരിച്ചു കൊടുത്തു. അങ്ങനെ അനുഭവത്തിലൂടെ അവരുടെ തെറ്റ് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം എന്ന് മുമ്പ് അവരോട് അള്ളാഹു പറഞ്ഞതിൻ്റെ പുലർച്ചെ അവർ അനുഭവത്തിൽ കണ്ടു. എല്ലാ പേരുകളും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലാതരം വസ്തുക്കളുടെയും പേരുകൾ എന്നാണെന്ന് മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നു. അതുപോലെ തന്നെ ഖിയാമത്ത് നാളിൽ മഹ്ശറിൽ വെച്ച് തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി അള്ളാഹുവിങ്കിൽ ശുപാർശ ചെയ്യണമെന്ന് മനുഷ്യർ പ്രമുഖരായ നബിമാരോട് അപേക്ഷിക്കുന്ന വിവരമാണ് അതിലുള്ളത്. അതായത് ഇതിൽ ശുപാർശയുടെ ഹദീസായി ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അതാണിവിടെ പറയപ്പെടുന്നത്. അതിൽ ആദം നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ച ഭാഗം ഇങ്ങനെയാകുന്നു. അവർ ആദമിൻ്റെ അടുക്കൽ ചെന്ന് പറയും, അവിടുന്ന് മനുഷ്യപിതാവാണ്. അള്ളാഹു അവൻ്റെ തൃക്കൈ കൊണ്ട് അങ്ങയെ സൃഷ്ടിച്ചു. അങ്ങയ്ക്ക് മലക്കുകളെ കൊണ്ട് സുജൂദും ചെയ്യിപ്പിച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളുടെ പേരുകളും അങ്ങേക്കവൻ പഠിപ്പിച്ചു തന്നിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ സ്ഥാനത്ത് നിന്ന് ആശ്വാസം നൽകുവാൻ അങ്ങ് റബ്ബിനോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ കൊള്ളാമായിരുന്നു. ഈ ഹദീസ് മുസ്ലിം മുതലായ പലരും ഉദ്ധരിച്ചതാണ്. ഇതിൽ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ പേരുകൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ ഓരോന്നിനും ഇന്നിന്ന പേരാണെന്ന് പഠിപ്പിച്ചു എന്നാണെന്നും എല്ലാ വസ്തുക്കളുടെയും പേരടക്കം അവയെ സംബന്ധിച്ച വിവരങ്ങൾ പഠിപ്പിച്ചുവെന്നാണെന്നും പറയപ്പെടുന്നു. ഏതായാലും വസ്തുക്കളെ സംബന്ധിച്ച് അറിയുന്നതിലും പഠിപ്പിക്കുന്നതിലും
അവയുടെ പേരുകൾ മുഖ്യസ്ഥാനത്താണെന്നും പേരുകൾ മുഖേനയാണ് വസ്തുക്കളെ പരിചയപ്പെടുന്നതെന്നും പറയേണ്ടതില്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ വിവരങ്ങളായിക്കൊണ്ട് അള്ളാഹുവോ അവൻ്റെ റസൂലോ പറഞ്ഞതിനപ്പുറം വല്ലതും അനുമാനിക്കുവാനും നമുക്ക് നിവൃത്തിയില്ല. അതുപോലെ തന്നെ പിന്നീട് ആ വസ്തുക്കളെ മലക്കുകൾക്ക് കാട്ടിക്കൊടുത്തു എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണവും നമുക്ക് അറിയുവാൻ കഴിയാത്തതാകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ അള്ളാഹു ഏർപ്പെടുത്തുവാൻ പോകുന്ന ഖിലാഫത്തിന് മനുഷ്യവർഗമാണ് മലക്കുകളല്ല അർഹരെന്നും മനുഷ്യരിൽ മലക്കുകൾക്ക് ഊഹിക്കുവാൻ കഴിയാതിരുന്ന ചില പ്രകൃതി വിശേഷതകൾ അള്ളാഹു നിക്ഷേപിച്ചിട്ടുണ്ടെന്നും മലക്കുകൾ വളരെ പരിശുദ്ധരും ഉത്തമന്മാരുമായ സൃഷ്ടികൾ തന്നെയാണെങ്കിലും ഈ സവിശേഷതകൾ അവർക്കില്ലെന്നും അള്ളാഹു എല്ലാം അറിയുന്ന സർവജ്ഞനും എല്ലാം യുക്തിപൂർവം പ്രവർത്തിക്കുന്ന അഗാധമായ ജ്ഞാനമാണെന്നും തങ്ങളുടെ ആദ്യത്തെ മറുപടിയിൽ തങ്ങൾ ഊഹിച്ചതും സൂചിപ്പിച്ചതും അബദ്ധമായെന്നും മനുഷ്യനെ ഖലീഫയാക്കുന്നതിൽ മഹത്തായ യുക്തിരഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നുമൊക്കെ മലക്കുകൾക്ക് ഈ സംഭവം മൂലം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ 3 ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. അപ്പോൾ ഖിലാഫത്തിന് അർഹരായവർ മനുഷ്യവർഗം മാത്രമാണെന്ന് നമുക്കിതിലൂടെ തെളിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 ആയത്തിലൂടെ മനസ്സിലാക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനും അതുപോലെ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വ ആഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.